പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ ഇ പ്രേംകുമാർ, പ്രിയപ്പെട്ട ശ്രീ എം എ അജിത്, ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന മാന്യനായ ചീഫ് സെക്രട്ടറി ജേക്കബ് ജോർജ് അടക്കമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മുടെ സംസ്ഥാനത്തെ സിവിൽ സർവീസിനെ പറ്റിയുള്ള ചർച്ച ആണ് ഇവിടെ പുരോഗമിക്കുന്നത്. ഈ വെബിനാറിൽ സംസാരിച്ചവരൊക്കെ സിവിൽ സർവീസ് കൂടുതൽ കാര്യക്ഷമമായി മുമ്പോട്ട് പോകണം എന്നുള്ള ഊന്നി നിന്നാണ് സംസാരിച്ചത്. കാര്യക്ഷമമായ ഒരു സിവിൽ സർവീസ് ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിന് ആവശ്യമാണ്. മഹാത്മാഗാന്ധി രാജ്യ സങ്കല്പം മുമ്പോട്ട് വെച്ചു. രാമന്റെ രാജ്യം അധികാര വികേന്ദ്രീകരണത്തിന്റെ ഒരു സംവിധാനമായി ജനങ്ങളെ സമഭാവനയോടുകൂടി കാണുന്ന, അല്ലെങ്കിൽ അധികാരത്തിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞ് സഹപ്രവർത്തകരായ ആളുകൾക്ക് കൂടുതൽ അധികാരം കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുകയും പ്രച്ഛന്ന വേഷത്തിൽ ഒക്കെയായി ജനങ്ങളുടെ ഇടയിൽ ഉള്ള ഫീഡ്ബാക്ക് എടുത്ത് മുമ്പോട്ട് പോയ ഒരു ഭരണ സംവിധാനമാണ്. മലയാളക്കരയിൽ മാവേലി നാട് എന്ന് പറയുന്നത് കള്ളവും ചതിയും ഒന്നും ഇല്ലാത്ത ഒരു കൺസെപ്റ്റ്. അപ്പൊ ഭരണം എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് എത്തണം, സുതാര്യമായ ഒരു ഭരണ സംവിധാനം ഉണ്ടാകണം. പക്ഷെ ഇത് പലപ്പോഴും ഇത് നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം രാഷ്ട്രീയ നേതൃത്വത്തിന് തന്നെയാണ്. തിരുത്തൽ പലപ്പോഴും വേണ്ടത് അവിടെ നിന്ന് തന്നെയാണ്. സംസ്ഥാനത്തെ സർക്കാർ ഉദ്യോഗസ്ഥരും അധ്യാപകരും ഒക്കെ അതിന്റെ ഒരു ടൂൾ മാത്രമാണ്. ആ ഉപകരണങ്ങളെ നല്ലവണ്ണം തേച്ചു മിനുക്കിയെടുത്ത് ഉപയോഗിക്കേണ്ടത് സർക്കാർ തന്നെയാണ്. സർക്കാരിന് അതിനുള്ള നയങ്ങളും പരിപാടികളും ഉണ്ടാകണം. ഇവിടെ സംതൃപ്തമായ ഒരു സിവിൽ സർവീസ് തീർച്ചയായും ആവശ്യമാണ്. ആ സിവിൽ സർവീസിനെ മോൾഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റാണ്. 1980 തൊട്ട് ഇങ്ങോട്ട് മാറി മാറി വരുന്ന മുന്നണികളായിരുന്നു സംസ്ഥാനത്ത് അധികാരത്തിൽ നിന്നത്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിന് മാറ്റമുണ്ടായിരിക്കും. അതിന് രാഷ്ട്രീയം മാറിയിരിക്കും, മാറ്റം ഉണ്ടായിരിക്കും. ഗവൺമെന്റ് എപ്പോഴും ഒരു കണ്ടിന്യൂസ് എൻറ്റിറ്റിയാണ്. നയങ്ങളും പരിപാടികളും ഒക്കെ മാറി മാറി വരുന്ന ഗവൺമെന്റുകളുടെ കാലത്ത് മാറാറുണ്ട്. ഉദ്യോഗസ്ഥരെ രാഷ്ട്രീയ പ്രേരിതമായി സ്ഥലം മാറ്റം ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ ഒരു ഗവൺമെന്റ് ഒരു സംവിധാനം തുടരുമ്പോൾ വളരെ ആശങ്കയുള്ളത്, ഇപ്പോ ബഹുമാന്യനായ മുഖ്യമന്ത്രി സംസാരിച്ചപ്പോഴൊക്കെ സർക്കാർ ഓഫീസിന്റെ കാര്യക്ഷമതയും ഒക്കെ പറ്റി അദ്ദേഹം പറഞ്ഞു. വളരെ വിദൂര സ്ഥലങ്ങളിലേക്ക് രാഷ്ട്രീയ പ്രേരിതമായി സ്ഥലം മാറ്റപ്പെട്ട് കിടക്കുന്ന ജീവനക്കാർക്ക് കാര്യശേഷി അല്ലെങ്കിൽ ക്രയശേഷി വർദ്ധിപ്പിക്കുന്ന തരത്തിൽ എങ്ങനെ പണിയെടുക്കാൻ കഴിയും എന്നൊരു ആത്മവിചിന്തനം കൂടി സർവീസ് സംഘടനകൾ നടത്തുന്നത് നന്നായിരിക്കും. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഭരണമാറ്റം ഉണ്ടായ ഉടൻ തന്നെ ആ കാലത്തുണ്ടായ ഒരു രാഷ്ട്രീയ പ്രേരിതമായി സ്ഥലം മാറ്റം മൂലം ജീവനക്കാർ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. കൊല്ലത്തൊരു പോൾ തോമസ് വില്ലേജ് ഓഫീസർ, തുടർന്ന് പല സംഭവങ്ങളും ഉണ്ടായി. അപ്പൊ ഇതിനൊക്കെ ഒരു അടിസ്ഥാനപരമായ ഒരു മാറ്റം അത് സർവീസ് സംഘടനകൾ തന്നെയാണ് മുൻകൈ എടുക്കേണ്ടത്. ആ ആറ്റിറ്റ്യൂഡ് ഒരു ചേഞ്ച് വരേണ്ട സാഹചര്യമാണ്. ഇപ്പോ ഇവിടെ NGO യൂണിയന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സാമൂഹിക പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെയൊക്കെ പറ്റി പറഞ്ഞു. കോവിഡിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയിട്ടുണ്ട്. 20 ലക്ഷം രൂപ നേരത്തെ കൊടുത്തു. കിറ്റ്, അതുപോലെ തന്നെ സദ്ഗമയ പോലെ പരിപാടികളിലൂടെ ഞങ്ങൾ ഇവിടെ ഒട്ടേറെ പഠന സൗകര്യങ്ങൾ ഒരുക്കി, നിരവധി വീടുകൾ വെച്ചു കൊടുത്തു. ഇതൊക്കെ ചെയ്ത് സാമൂഹിക പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് സഹകരിക്കുവാൻ ഞങ്ങൾ പാറശാല മുതൽ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള ഈ പൊതുസമൂഹത്തിൽ ആ വീടുകളിൽ തന്നെ പെട്ടിട്ടുള്ള ആളുകളൊക്കെയാണ്. ഈ സമൂഹത്തിന്റെ പരിച്ഛേദം തന്നെയാണ്. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും.
മുഖ്യമന്ത്രി കൂടുതൽ അക്സസിബിൾ ആവണം ജീവനക്കാരുമായി. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും ആശയം തന്നെ താഴെത്തട്ടിൽ നടക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാനും ശ്രമിക്കണം. മന്ത്രിമാരത് ശ്രദ്ധിക്കണം. ഒരു സമഭാവനയോടുകൂടി ജീവനക്കാരെ കാണാൻ കഴിയണം. നമ്മുടെ തൊട്ടടുത്ത സീറ്റിൽ ഇരിക്കുന്ന ആളുകൾ പല രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവർ കാണും, വ്യത്യസ്ത വീടുകളിൽ നിന്ന് വരുന്നവരാണ്. അവരെയെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സംവിധാനം, വൈര്യ നിര്യാതന ബുദ്ധിയോടുകൂടി അവരെ നേരിടാതെ നവമാധ്യമങ്ങളിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ പല അഭിപ്രായ പ്രകടനങ്ങൾ ആരെങ്കിലും ഒക്കെ നടത്തുമ്പോൾ ചിലരെ മാത്രം തിരിഞ്ഞു പിടിച്ച് അങ്ങനെ രാഷ്ട്രീയപരമായി അതിനെ നേരിടാതെ കുറച്ചുകൂടി നല്ല ഊഷ്മളമായ ഒരു ബന്ധം ജീവനക്കാർ തമ്മിൽ ഉണ്ടാകാൻ ശ്രദ്ധിക്കേണ്ടതാണ് കാര്യക്ഷമമായ സിവിൽ സർവീസ്. ഇരിക്കുന്ന സീറ്റിൽ ഒരു 2017 സ്ഥലം മാറ്റ ചട്ടങ്ങൾ പരിഷ്കരിച്ചിട്ടുള്ളതുണ്ട്. ഓൺലൈൻ സ്ഥലം മാറ്റങ്ങളാണ് കൂടുതൽ അഭികാമ്യം, സ്റ്റാറ്റ്യൂട്ടറി ആക്കണം എന്നുള്ളതാണ് കേരള NGO അസോസിയേഷൻ എക്കാലവും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. അത് അങ്ങനെ ഒരു നിശ്ചിത കാലയളവ് ഇരിക്കുന്നതിന് മുമ്പ് തന്നെ ജീവനക്കാരെ തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റുക. ഇഷ്ടമില്ലാത്ത ആളുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇപ്പൊ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പോലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വാക്സിനുമായി ബന്ധപ്പെട്ട് കള്ളക്കേസ് എടുക്കുകയും സസ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണ്. ഈ കോവിഡിന്റെ ഈ പശ്ചാത്തലത്തിൽ ഗവൺമെന്റിന് ഒരു ഗ്രേസ് ഉണ്ടായത്, ഏറ്റവും മികച്ച ഒരു സേവനം കൊടുക്കാൻ കഴിഞ്ഞത് സംസ്ഥാനത്ത് ഈ സിവിൽ സർവീസ് ഉണ്ടായത് കൊണ്ടാണ്. ആ സിവിൽ സർവീസിലെ ജീവനക്കാരെ വിശ്വാസത്തിലെടുക്കാൻ സർക്കാർ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും അവർക്ക് റെമ്യൂണറേഷൻ, അവർക്ക് ഒരു പരിഗണന കൊടുക്കുകയും അവർക്ക് ആനുകൂല്യങ്ങൾ പ്രത്യേകമായി കൊടുക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ സംസ്ഥാനത്ത് അത് ചെയ്തില്ല. കോവിഡ് വന്ന് പഞ്ചായത്തും അതുപോലെ തന്നെ റവന്യൂ അതുപോലെ ആരോഗ്യ വകുപ്പിലേക്ക് ജീവനക്കാർ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. എണ്ണമെടുത്ത വലിയ തോതിൽ ഉയർന്നു വരികയാണ്. അപ്പൊ തമിഴ്നാട് പോലെ സംസ്ഥാനത്ത് 25 ലക്ഷം രൂപ വരെയൊക്കെ അവർക്ക് സഹായം നൽകുന്ന സാഹചര്യം ഉണ്ടായി കുടുംബത്തിന്. അപ്പൊ അതൊക്കെ ഇവിടെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്തില്ല. ഇവിടെ മെഡിസെപ്പ് പോലെയുള്ള ആരോഗ്യ ഇൻഷുറൻസ്, ഇന്ന് ഏറ്റവും കൂടുതൽ ലോകത്ത് നേരത്തെ സംസാരിച്ച ചീഫ് സെക്രട്ടറിയും ഒക്കെ സംസാരിച്ചത് വരുന്ന ഒരു കാലം ആരോഗ്യ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. ഇവിടെ സർക്കാർ ജീവനക്കാരന്റെ പെൻഷൻ പ്രായം വർദ്ധിപ്പിച്ചിട്ടില്ല. 2 തരത്തിലുള്ള പെൻഷൻകാരാണുള്ളത്. കോൺട്രിബ്യൂട്ടറി പെൻഷൻ, അതുപോലെ തന്നെ 60 വയസ്സുള്ളവർ, 56 വയസ്സുള്ളവർ. 60 വയസ്സിലേക്കുള്ളവരുടെ പെൻഷന്റെ കാര്യത്തിൽ കുറെ മാറ്റങ്ങൾ സർക്കാർ കഴിഞ്ഞ തവണ കമ്മീഷനെ കൊണ്ടുവന്നു. ആ മാറ്റങ്ങളൊന്നും വരുത്താൻ കഴിഞ്ഞില്ല. അവർക്ക് DCRG കൊടുക്കണം, പങ്കാളിത്ത പെൻഷൻകാർക്ക് കേന്ദ്രത്തിലെ വിഹിതം കൊടുക്കണം. കേന്ദ്രം കൊണ്ടുവന്നിട്ടുള്ള പുതിയ കാര്യങ്ങൾ അതൊക്കെ ഇവിടെ നടപ്പിലാക്കണം. അത് സർക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പെൻഷൻ ആകുന്ന ആളുകൾ അവരുടെ ആരോഗ്യത്തെ പറ്റി ശ്രദ്ധിക്കണം. ഇവിടെ മെഡിസെപ്പ് കഴിഞ്ഞ 5 വർഷം മുമ്പ് ശമ്പള പരിഷ്കരണ കമ്മീഷനിലൂടെ വന്ന നിർദ്ദേശം അനുസരിച്ച് ആ ഗവൺമെന്റ് ഉത്തരവായതാണ്. അത് 1 ഇഞ്ച് പോലും മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ല. മാറി വരുന്ന ചെലവുകൾ, ഇപ്പോൾ ബ്ലാക്ക് ഫംഗസ് രോഗമൊക്കെ വന്ന് 5 ലക്ഷത്തിന്റെയൊക്കെ മരുന്നാണ്. അത് കേട്ട് കണ്ണു തള്ളി നിൽക്കാനേ കഴിയും. കാലം മാറിയതിനനുസരിച്ച് സർക്കാർ ജീവനക്കാരെയും ചെറിയ വരുമാനക്കാരായ സർക്കാർ ജീവനക്കാർ, ക്ലാസ് 4 ജീവനക്കാർ, യഥാർത്ഥത്തിൽ ഇപ്പോ ഈ ക്രീമി ലെയറും മറ്റു കാര്യങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്ക് കണക്കനുസരിച്ച് ക്ലിത്ത വരുമാനക്കാരാണ്. അവർക്ക് വരുമാനം തിട്ടപ്പെടുത്തുമ്പോൾ സമ്പന്നരായി ചിത്രീകരിക്കപ്പെടുന്നു. അവർ സാമൂഹ്യ സുരക്ഷയിൽ ഒരു വീടില്ല, ഭവന വായ്പാ പദ്ധതി ഉണ്ടായിരുന്നു, അതെടുത്ത് മാറ്റി. അവർക്ക് കിട്ടേണ്ട മറ്റ് ആനുകൂല്യങ്ങളെല്ലാം ഒന്നൊന്നായി. സറണ്ടർ ആനുകൂല്യമില്ല, ശമ്പള പരിഷ്കരണത്തിലെ അപാകത, ക്ലാസ് 4 ജീവനക്കാരന്റെ 10% പ്രൊമോഷൻ. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന അധികാര വികേന്ദ്രീകരണം, നേരത്തെ ഇവിടെ ജേക്കബ് ജോർജ് സൂചിപ്പിച്ചതുപോലെ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ, ആ അധികാര വികേന്ദ്രീകരണം രാജീവ് ഗാന്ധിയുടെ കാലത്ത് വന്ന മഹാത്മാഗാന്ധിയുടെ ആശയം, അതിവിടെ ഇപ്പോ നടപ്പിലാക്കുമ്പോൾ കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കേന്ദ്രീകൃതമാകുന്ന വകുപ്പുകളെ അശാസ്ത്രീയമായി സംയോജിപ്പിക്കുകയാണ്. പഞ്ചായത്ത് തുടങ്ങിയ 5 വകുപ്പുകൾ, തദ്ദേശ പൊതു സർവീസ്, അത് ഗവൺമെന്റ് അക്കാര്യത്തിലേക്ക് ഒരു പുനർവിചിന്തനം. നേരത്തെ ഉള്ള വകുപ്പുകളിലുള്ള ആളുകൾക്ക് കിട്ടുന്ന പ്രൊമോഷൻ അതൊക്കെ തടസ്സപ്പെടുന്നു. അവിടുത്തെ FTS അതുപോലെ തന്നെ അവർക്ക് സ്പെഷ്യൽ റൂൾ ഇല്ലാത്തത് കാരണം ഏറെ ബുദ്ധിമുട്ടുകളുടെ അവരുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ നേരിട്ടുള്ള നിയമനം പെർസെന്റേജ് വളരെ കൂട്ടി മുമ്പോട്ട് കൊണ്ടുപോകുന്നു. വകുപ്പുകളെ അശാസ്ത്രീയമായി ഏകീകരിക്കുന്നു. അത് വലിയ നിയമ നടപടികളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്നുള്ള സംശയം. ഇവിടെ കണക്ടിവിറ്റി കൂട്ടും. വില്ലേജ് ഓഫീസുകളുടെയൊക്കെ സേവനം വില്ലേജ് ഓഫീസുകളിലും പഞ്ചായത്ത് ഓഫീസുകളിലും വന്നാൽ വീട്ടുപടിക്കൽ സേവനം എത്തിക്കുന്നു. അത് കണക്ടിവിറ്റി വർദ്ധിച്ചാലേ കഴിയും.
നമ്മളിപ്പോ ഓൺലൈൻ വിദ്യാഭ്യാസം നടക്കുന്നു. കുട്ടികൾ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പുരോഗതി ഉണ്ടായി. നമുക്ക് ലോകത്തിന്റെ നെറുകയിലെത്താൻ കഴിയും. കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയാൽ അധ്യാപകർ വലിയൊരു ദൗത്യമാണ് ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത്. പക്ഷേ അവരുടെ ഇപ്പോൾ ഉള്ള നിയമനങ്ങൾ പോലും കൊടുക്കാൻ ഗവൺമെന്റ് കഴിയുന്നില്ല. അവരുടെ പോസ്റ്റിംഗ് നടപ്പിലാക്കിയിട്ടില്ല. ഓൺലൈൻ പഠനത്തിന് വന്നപ്പോഴാണ് നമ്മുടെ ഈ നാട്ടിൽ ഇത്രത്തോളം ആളുകൾ ഒരു മൊബൈൽ ക്യാമറ, ഒരു ടി വിയോ ഒന്നും ഇല്ലാത്ത വലിയൊരു വിഭാഗം, ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. അപ്പൊ ഈ സംസ്ഥാനത്ത് സർക്കാർ ഓഫീസിലേക്ക് വാതിൽക്കൽ സേവനം എത്തിക്കുമെന്ന് പറയുകയും സർക്കാർ സേവനം എത്തിക്കുന്നതിന് കണക്ടിവിറ്റിയും അതുപോലുള്ള കാര്യങ്ങൾ മെച്ചപ്പെടുത്താത്ത പൊതുജനങ്ങളുമായി ഒരു അകൽച്ച ഉണ്ടാക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകരുത്. വളരെ ആസൂത്രിതമായി ചെയ്യണം. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം വെറുതെ കൊടുക്കുന്നു എന്നൊരു കൺസെപ്റ്റാണ് ഉള്ളത്. അത് പലരും പാടി പറഞ്ഞു നടക്കുന്നതാണ്. അവിടെ ജോലി ചെയ്യുന്നതിനുള്ള അവർക്കുള്ള വേതനമാണ് നൽകുന്നത് എന്നൊരു ചിന്ത അവിടെ അത് ആവർത്തിച്ച് വരേണ്ടതാണ്. സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുന്ന ഭരണപരമായ എക്സ്പെൻസ് ആണ്. പോലീസും അതുപോലെ തന്നെ കോടതി, ആരോഗ്യവകുപ്പിലെ ജീവനക്കാർ, റവന്യൂ, പഞ്ചായത്ത് തുടങ്ങി ജനങ്ങളുടെ ജീവനുമായി ജനന രജിസ്ട്രേഷൻ തൊട്ട് മരണം വരെ അവരുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വകുപ്പുകൾ, ആ വകുപ്പുകളിലെ ജീവനക്കാർക്ക് അവിടെ കൊടുക്കുന്ന സർവീസ്, ആ സർവീസിനൊക്കെയുള്ള ചെലവ് എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാർക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ കൊടുക്കുന്നതല്ല എന്ന ഒരു സംസ്കാരം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത അത് ജനങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞ് അവർക്ക് ആ ബോധ്യമുണ്ടാകേണ്ടതുണ്ട്. പലപ്പോഴും രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും ഒക്കെ കയ്യടി കിട്ടാനായി ഈ ജീവനക്കാരെ തെരുവിൽ ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ നടത്തി പോകുന്നത് കാണാം. ഇപ്പോൾ തന്നെ ഈ മരമുറി കേസുമായി ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസറെയൊക്കെ സസ്പെൻഡ് ചെയ്യുകയാണ്. ഉത്തരവ് മേളിൽ നിന്ന് വരുന്നു. അവിടെ പോയി നിങ്ങൾ എന്തിന് പരിശോധിക്കണമെന്ന് ചോദിക്കുന്നു. വില്ലേജ് ഓഫീസിൽ ആരെങ്കിലും കടന്നു കയറുന്നു, മാഫിയ വില്ലേജ് ഓഫീസറെയും അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ കയ്യേറ്റം ചെയ്യുന്നു, അവരെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു. അപ്പൊ ഇതിനൊക്കെ ഭരണപരമായ ഒരു സംരക്ഷണം ഒരുക്കാൻ സർക്കാരിന് കഴിയണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. പിന്നെ ഇവിടെ സ്റ്റാർട്ടപ്പ് മറ്റു കാര്യങ്ങളുമൊക്കെ ചീഫ് സെക്രട്ടറി സൂചിപ്പിക്കുന്നതാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് വളരെ ആവശ്യം തന്നെയാണ്. സ്റ്റാർട്ടപ്പുകൾ കൊണ്ടുവരിക, കൃഷി പോലെയുള്ള ആധുനികമായിട്ട് നമ്മൾ ഈ കോവിഡിന്റെ കാലത്ത് കണ്ടതാണ്. പുറത്തു നിന്ന് റിട്രെഞ്ച്മെന്റ്, ജോലി നഷ്ടപ്പെട്ട് വരുന്ന ആളുകൾ അവരിവിടെ വന്നിട്ട് ഇത്തരത്തിലുള്ള സ്റ്റാർട്ടപ്പ്, അതിനെയൊക്കെ സ്റ്റാർട്ടപ്പുകളാക്കി മാറ്റാം. കൃഷിയും മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മാംഗോ മിറർ പോലെയുള്ള ഒരു സംവിധാനങ്ങൾ, അത്തരത്തിലുള്ള യൂണിറ്റുകൾ ഇപ്പോൾ ഇത് സർക്കാർ ഉദ്യോഗസ്ഥരിൽ തന്നെ നടപ്പിലാക്കാം. സർക്കാർ ഉദ്യോഗസ്ഥരുടെ മക്കൾ അഭ്യസ്തവിദ്യരായ ആളുകൾക്ക് സർക്കാർ വേണമെങ്കിൽ ഒരു ജാമ്യം നിന്ന് അവർക്ക് പണം കൊടുത്ത് ചെറിയ യൂണിറ്റുകൾ ചെയ്യാൻ കഴിയുന്നവർക്ക് ചെയ്യാം. ബാക്കിയുള്ള ആളുകൾക്ക് ബാങ്കുകൾ വഴിയൊക്കെ ലോൺ കൊടുക്കുന്നത് വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയും. അങ്ങനെ നമ്മുടെ ഒരു വരുമാനം എപ്പോഴും മദ്യം, ലോട്ടറി അല്ലെങ്കിൽ ഇങ്ങനെ ചില ചുരുക്കി അങ്ങനെ നിൽക്കാതെ ടൂറിസം പോലെ അനന്ത സാധ്യതകളുള്ള മേഖലയിലൊക്കെ കടന്നു കയറി നമുക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെയുള്ള ഒട്ടേറെ മാറ്റങ്ങൾ നമുക്ക് ഈ സംസ്ഥാനത്ത് സമയബന്ധിതമായി നടപ്പിലാക്കാൻ കഴിയും. ഈ മെക്കനൈസേഷൻ അത് കാലത്തിനനുസരിച്ച് അത് മാറേണ്ട ഒരു സാഹചര്യമാണ്. തസ്തികകൾ വെട്ടിക്കുറയ്ക്കുന്ന ഒരു രീതിയിലേക്ക് സർക്കാർ പോകരുത്. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത പുനർവിന്യാസം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഗവൺമെന്റ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോവിഡുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിയ ജീവനക്കാർക്ക് അവരെ ഒന്ന് ഇൻഷുർ ചെയ്യുന്നതിന്, അവർക്ക് ഒരു മതിയായ ഒരു ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്നതിന്, നമ്മളൊക്കെ എല്ലാവരും വീട്ടിൽ ട്രിപ്പിൾ ലോക്ക്ഡൌണും മറ്റു കാര്യങ്ങളും ഒക്കെയായി നിൽക്കുമ്പോൾ എല്ലാ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് കഴിഞ്ഞ 2 വർഷക്കാലമായി സർക്കാർ ഓഫീസിലൊന്നും വന്നു പോകുന്നതിന് തന്നെ ഏറ്റവും ബുദ്ധിമുട്ടിയ 2-3 പ്രാവശ്യം കോവിഡ് വന്ന ആളുകൾ അവരുടെ കുടുംബത്തിലെ ജോലിക്ക് ചെറിയൊരു വരുമാനം കിട്ടുന്ന ജോലിക്ക് വന്നത് കൊണ്ടാണ് അവർക്ക് ഈ അസുഖവും മറ്റു കാര്യങ്ങളും, അതിനിടയിൽ ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ടവർ, അവർക്ക് മതിയായൊരു ഇൻഷുറൻസ് അത് ഇവിടെ നിർബന്ധമായി കൊടുക്കണം. ഈ ജോലിക്ക് പോകുന്ന ആളുകൾക്ക് ഒരു സംരക്ഷണം ഉണ്ടാകണം. സർക്കാർ ഓഫീസ് ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തണം. ബയോമെട്രിക് പഞ്ചിങ്, ഏത് പഞ്ചിങ് ആയാലും കൊണ്ടുവന്നാലും അതിനു മുമ്പ് രാഷ്ട്രീയ പ്രേരിതമായ സ്ഥലം മാറ്റമൊക്കെ അവസാനിപ്പിച്ച് ജീവനക്കാർക്ക് അവരുടെ ഒരു മാനദണ്ഡങ്ങൾക്കനുസരിച്ച് എല്ലാവർക്കും ഒരു തുല്യനീതി കിട്ടുന്നതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. ഒരു തുടർഭരണം എന്ന് പറയുമ്പോൾ വീണ്ടും അധികാരത്തിലെത്താൻ ശ്രമിക്കുമ്പോൾ ആ ഏരിയ കാണാതെ പോകരുത്.
സർക്കാർ ജീവനക്കാരുടെ ശമ്പളം കവർന്നെടുക്കുന്ന അല്ലെങ്കിൽ അത് ചോദിക്കുമ്പോൾ അത് തരാനുള്ള പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്റെ ബുദ്ധിമുട്ട്, അവന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ ഒക്കെ പരിഗണിക്കാതെ മുമ്പോട്ട് പോയപ്പോഴാണ് സർക്കാർ ഉദ്യോഗസ്ഥർ ശമ്പളം കൊടുക്കുന്നതിന് ഒക്കെ വൈമനസ്യം പലയിടത്തും കാണിച്ചിട്ടുള്ളത്. ചെറിയ ശമ്പളവുമായി ജീവിക്കുന്നവരാണ്. അവരുടെ ശമ്പള പരിഷ്കരണത്തിൽ ഒട്ടേറെ ആനുകൂല്യങ്ങൾ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കവർന്നെടുക്കപ്പെട്ടു. സറണ്ടർ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ മെഡിസെപ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ പിടിച്ചു വച്ചിരിക്കുകയാണ്. അപ്പൊ അതിനൊക്കെ ഒരു ഉദാരമായ സമീപനം അങ്ങോട്ട് പോകുമ്പോൾ സർക്കാർ കൈക്കൊള്ളണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഇവിടെ ഈ NGO യൂണിയന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന ഈ ചർച്ച അതിന്റെ അത്തരത്തിലുള്ള ഒരു നിലപാട് എല്ലാ കാര്യത്തിലും സ്വീകരിക്കണം. തുറന്ന സമീപനം സ്വീകരിക്കണം. സഹപ്രവർത്തകരായിട്ടുള്ള ജീവനക്കാരോട് വൈര്യനിര്യാതന ബുദ്ധി കാണിക്കാതെ അവരെല്ലാം നമ്മുടെ സമന്മാരാണ്, നമ്മളോടൊപ്പം തന്നെ സർവീസിൽ വന്നവരാണ്, തൊട്ടടുത്തിരുന്ന സീറ്റ് ജോലി ചെയ്യുന്നവരാണ്, ഒരുമിച്ച് ഒരു ടീമായി മുമ്പോട്ട് പോകുന്നവരാണ്. അവരെ അത്തരത്തിൽ നേരിടാൻ ഉള്ള ഒരു രാഷ്ട്രീയമായി കാണാതെ മുമ്പോട്ട് പോകുന്ന ഒരു സമീപനം സ്വീകരിക്കാൻ കഴിയണം. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഓൺലൈൻ സ്ഥലം മാറ്റങ്ങൾ, അതുപോലെ തന്നെ സേവനം ഡിജിറ്റലാക്കുന്നതിന് ആ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ഓപ്പണായി കുറച്ചുകൂടി സുതാര്യമായ ഒരു സമീപനം സ്വീകരിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ നമ്മുടെ ഓരോ വകുപ്പുകൾ, ഇവിടെ വില്ലേജ് ഓഫീസിലെ പ്രവർത്തനങ്ങളൊക്കെ റവന്യൂ വകുപ്പ് മന്ത്രി നേരിട്ട് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് പല വകുപ്പിലെയും പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ പല കാര്യങ്ങളും സൂചിപ്പിക്കാറുണ്ട്. അതൊക്കെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് എഴുതി തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് നൽകുന്നതായിരിക്കും ആ കാര്യങ്ങൾ. ഇവിടെ ഒട്ടേറെ വകുപ്പുകളിലെ തന്നെ ഈ വില്ലേജ് ഓഫീസിലെയും ഡെപ്യൂട്ടി തഹസിൽദാർ അവരുടെ ശമ്പളത്തിന്റെ പ്രശ്നങ്ങൾ, അപാകതകൾ, വില്ലേജ് ഓഫീസർമാരുടെ ശമ്പളത്തിന്റെ വന്നിട്ടുള്ള അപാകതകൾ അടക്കം അസംതൃപ്തരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. കൂടുതൽ ജോലി ചെയ്യുന്ന തസ്തികകളെ പരിഗണിച്ച് അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകാത്ത സാഹചര്യങ്ങൾ, നൽകിയ ആനുകൂല്യങ്ങൾ തന്നെ പിടിച്ചു വച്ചിരിക്കുന്ന സാഹചര്യം. അപ്പൊ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് NGO യൂണിയൻ ഇതിലേക്ക് ഒരു ആത്മാർത്ഥമായ സമീപനം കൂടി നടത്തണം. ആ സംഘടന അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ കൂടി ഇടപെടാൻ മുൻപോട്ട് വരണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഏതായാലും കാര്യക്ഷമമായ ഒരു സിവിൽ സർവീസിന് വേണ്ടി, സംതൃപ്തമായ ഒരു സിവിൽ സർവീസിന് വേണ്ടി ഉള്ള ഒരു പ്രയാണം കൂടി നടത്തേണ്ടതായിട്ടുണ്ട്. അഴിമതി വളരെയധികം കുറച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. അഴിമതി താഴെത്തട്ടിൽ മാത്രമല്ല, അതുപോലെ തന്നെ ഇടനിലക്കാരൊക്കെ വരുന്നത് അതൊക്കെ പലപ്പോഴും രാഷ്ട്രീയമായിട്ട് തന്നെയുള്ള ആളുകളാണ്. അതിലേക്ക് ഒരു മാഫിയയുടെ സ്വഭാവത്തിലേക്കാണ് വരുന്നത്. അതൊക്കെ സർക്കാർ ഓഫീസിൽ നിന്നും മാറ്റി നിർത്തപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. കാലോചിതമായി നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ പരിഷ്കരിക്കണം. ഇവിടെ സമാന്തരമായിട്ട് സർക്കാർ സർവീസിനെ കൊണ്ടുപോകാൻ ശ്രമിക്കരുത്. ഇപ്പൊ കിഫ്ബി പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്യാം, PWD പോലെയുള്ള വകുപ്പുകളെയൊക്കെ നോക്കുകുത്തിയാക്കി അല്ലെങ്കിൽ അവരുടെ ഫംഗ്ഷൻ കുറച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഓരോ വകുപ്പുകൾ അതിന്റെ നിലനിൽപ്പ് സ്വകാര്യ മേഖലയിലേക്ക് കൂടുതൽ സഹായം കൊടുക്കുന്ന തരത്തിലേക്ക് ഗവൺമെന്റ് മാറരുത്. അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. ആരോഗ്യരംഗത്ത് പ്രത്യേകിച്ച് സ്വകാര്യ മേഖലയ്ക്ക് പ്രാമുഖ്യം കൊടുക്കാതെ സർക്കാർ സർവീസും സർക്കാർ ആശുപത്രികളും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന, റീച്ച് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള സേവനങ്ങൾ നൽകാൻ ഉള്ള ശ്രമം, അതൊക്കെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട പരിപാടികൾ തന്നെയാണ്. കാലോചിതമായി ചട്ടങ്ങൾ പരിഷ്കരിക്കണം. അത് മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. അതൊക്കെ പരിഷ്കരിച്ചാൽ മാത്രമേ സർക്കാർ സർവീസ് കൂടുതൽ ജനങ്ങളിൽ എത്തൂ എന്നുള്ളതാണ്. കാലോചിതമായതൊക്കെ പരിഷ്കരിക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തുണ്ടാകണം എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കുവാനുള്ളത്. ഇവിടെ ഒറ്റക്കെട്ടായി സർക്കാർ ജീവനക്കാർ മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ എല്ലാവരും തയ്യാറായാൽ ഈ പറഞ്ഞ ഒരു നവകേരള സൃഷ്ടി, ഇവിടെ നവകേരള സൃഷ്ടി എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു സാച്ചുറേഷനിൽ എത്താൻ കഴിയില്ല. നമ്മുടെ ആ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധാരണക്കാരന് എന്ത് മാറ്റം ഉണ്ടാക്കാൻ കഴിയും, അത് കാലം തെളിയിക്കേണ്ടതാണ്. അങ്ങോട്ട് പോകുമ്പോൾ ലോകം വികസിക്കുന്നതിനനുസരിച്ച് ഇവിടെയും വീണ്ടും മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത്. അപ്പോൾ ഒരിക്കലും പൂർത്തീകരിക്കാൻ പറ്റുന്നതല്ല, അവിടേക്ക് എത്തിച്ചേരാൻ നമ്മളൊരു ശ്രമമാണ് നടക്കുന്നത്. പുതിയ കേരളം, പുതിയ മാറ്റങ്ങൾ, ലോകോത്തര നിലവാരത്തിലേക്ക് എത്തുക എന്നുള്ളത്. അതിനൊപ്പം സിവിൽ സർവീസും അതിൽ പണിയെടുക്കുന്ന ആളുകൾ ഇതിന്റെ ഭാഗമാണ്. അവരെയും ഉയർത്തിക്കൊണ്ടുവരണം. അവരെ പറ്റി പലപ്പോഴും പറയാൻ വൈമനസ്യമുള്ളത് കൊണ്ടാണ് മറ്റു വിഷയങ്ങളിലേക്ക് പോകാതെ എനിക്ക് ഇവിടെ നിൽക്കേണ്ടി വന്നത്. അത് ഈ ചർച്ചയുടെ അന്തസത്ത ചോർത്തിക്കളയാനല്ല, അല്ലാതെ അത് കൺസെപ്റ്റിൽ തന്നെ നിന്നുകൊണ്ടാണ്. ഇതിനെപ്പറ്റി ഒരു ബോധമില്ലാഞ്ഞിട്ടുമല്ല. അത്
ഉയർത്തി കാണിക്കേണ്ട കാര്യം തന്നെയാണ്. ജീവനക്കാരന്റെ ആനുകൂല്യങ്ങളും അവന്റെ അവകാശങ്ങളും അവന്റെ മനുഷ്യാവകാശങ്ങളും ഒക്കെ പറ്റിക്കൂടി ചിന്തിക്കണം. ഇത് പറയുമ്പോൾ, ഇത് പറഞ്ഞിട്ട് ആ വിഷയങ്ങൾ വരുമ്പോൾ വഴിമാറി നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. NGO യൂണിയൻ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ, ഇത്തരത്തിലുള്ള ഇനിഷ്യേറ്റീവ്സ് സിവിൽ സർവീസിൽ നല്ലത് തന്നെയാണ്. പ്രേംകുമാറും അജിത്തും അതുപോലെ തന്നെ നിവർ രാജും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പരിപാടിക്ക് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു.